മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമായി എത്തിയ കളങ്കാവൽ രണ്ടാം വാരത്തിലും വൻ വിജയം നേടുന്നു. ചിത്രം റിലീസ് ചെയ്ത് രണ്ടാമത്തെ ശനിയാഴ്ച ഗംഭീര ബുക്കിംഗാണ് കേരളത്തിലുടനീളം ലഭിച്ചത്. നിറഞ്ഞ സദസ്സുകളിൽ വമ്പൻ ജനപിന്തുണയാണ് പ്രദർശനവും. രണ്ടാം വാരത്തിൽ കേരളത്തിൽ 300 സ്ക്രീനിൽ പരം ആണ് കളങ്കാവൽ പ്രദർശിപ്പിക്കുന്നത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം ക്രൈം ത്രില്ലർ ഡ്രാമയാണ്. ജിഷ്ണു ശ്രീകുമാറും ജിതിനും ചേർന്നാണ് തിരക്കഥ രചിച്ചതും. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രം വേഫെയർ ഫിലിംസാണ് വിതരണം ചെയ്തത്. ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കളങ്കാവൽ കാണാൻ എത്തിയത് ശ്രദ്ധ നേടിയിരുന്നു. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. റിലീസ് ചെയ്ത ആദ്യവാരത്തിൽ തന്നെ 50 കോടി ക്ലബ്ബിൽ എത്തിയ ചിത്രം ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രമെന്ന റെക്കോർഡും സ്വന്തമാക്കി. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, പ്രമേയുഗം, ടർബോ എന്ന ചിത്രങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുന്ന മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ. സൈനൈഡ് മോഹന്റെ കേസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ ചിത്രം ആഗോളതലത്തിലും ബ്ലോക്ക് ബസ്റ്റർ വിജയം തുടരുകയാണ്. ഗൾഫിലും തകർപ്പൻ പ്രകടനം നടത്തുന്ന ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസാണ്. ഇതിനോടകം 67 കോടിക്ക് മുകളിൽ ആഗോള ഗ്രോസ് നേടിയ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും മികച്ച പ്രതികരണം നേടുന്നുണ്ട്.